PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനിടയിൽ നിർണായകമായ മന്ത്രിസഭാ യോഗം ഇന്നാണ്. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. ആശാവർക്കർമാരുടെ സമരവും തുടരുന്നുണ്ട്. നമുക്കിപ്പം സമരങ്ങളുടെ വേലിയേറ്റമാണ് യഥാർത്ഥത്തിൽ തലസ്ഥാന നഗരിയിലുള്ളത്. ഒരു ഭാഗത്ത് PSC CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നു, ആശാവർക്കർമാർ സമരം ചെയ്യുന്നു, അവർ നിരാഹാരത്തിലേക്ക് കടക്കുന്നു. റോഷി, ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനം എന്തെങ്കിലും ഈ PSC ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ സാധ്യതയൊന്നും ആ അർത്ഥത്തിൽ കാണുന്നില്ല എന്നാണ്. പക്ഷേ സമരം വിദ്യാർത്ഥികൾ തുടരാനാണോ തീരുമാനം, ഉദ്യോഗാർത്ഥികൾ? ഡോക്ടർ അരുൺകുമാർ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം അത് 8ാം ദിവസം കടന്നിരിക്കുകയാണ്. സഹന സമരമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇന്നലെ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച് ആണ് അവർ സമരം നടത്തിയത്. കയ്യിൽ ഈ കർപ്പൂരം കത്തിച്ചവരുടെ കൈയൊക്കെ പൊള്ളിയതാണ്. അങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ സ്വയം പീഡന സമരമാണ്. ഓരോ ദിവസവും 1ഉം 2ഉം തരത്തിലുള്ള സ്വയം പീഡന സമരമാണ് ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്നത്. അവരുടെ അവസാന അവസരമായി അവരുടെയൊക്കെ ജീവിതമാർഗം മുട്ടുന്നു എന്ന തോന്നലാണ് അവരിൽ പലർക്കുമുള്ളത്. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ കാലാവധി പട്ടികയുടെ കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ കനിയുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. സമാനമായി തന്നെയാണ് പുരുഷ CPOമാരുടെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെയും അവസ്ഥ. അവരൊക്കെ പ്രതീക്ഷയുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അത്ര ശുഭകരമല്ല. സർക്കാരിൻ്റെ ഭാഗത്ത് ഉള്ള ഒരു വിശദീകരണം അതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയായിരിക്കുമോ എന്നുള്ളത് നമുക്ക് വൈകുന്നേരം നോക്കാം. നിലവിലുള്ള സാമ്പത്തിക സാഹചര്യം വെച്ച് കാര്യമായ തീരുമാനം മന്ത്രിസഭ എടുക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PSCക്ക് അത് റിപ്പോർട്ട് ചെയ്യുക. നിലവിൽ കൂടുതൽ വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഉള്ള വേക്കൻസികളെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. കൂടുതൽ വേക്കൻസികൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. പല പോലീസ് സ്റ്റേഷനുകളിലും വേണ്ടത്ര ഉദ്യോഗസ്ഥന്മാരില്ല, ഉദ്യോഗസ്ഥകളില്ല എന്നുള്ളതാണ് വാസ്തവം.